ഹായ് ഡിയേഴ്സ്, ഇനി നമ്മൾ മുരിങ്ങയിലയും ചക്കക്കുരുവും വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചക്കക്കുരു ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതൊരു 3 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം നമ്മുടെ മുരിങ്ങയിലയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊന്ന് ഉതിർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്നും ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതിയാകുമേ. ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മുരിങ്ങയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ചൂടിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് സമയം മാത്രം മതിയാകും. അപ്പോഴേക്കും ഇതൊന്ന് താഴ്ന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകുമേ. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമ്മുടെ ചക്കക്കുരുയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് 4-5 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഒത്തിരി ടൈമൊന്നും വെക്കുന്നില്ല. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുരിങ്ങയില മാത്രം വറുത്ത് കഴിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വറവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്